പാലക്കാട് കൊല്ലങ്കോട് പകുതി വില തട്ടിപ്പിന് ഇടനിലക്കാരനായി പ്രവർത്തിച്ച മുൻ യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ വ്യാപക പരാതികൾ. നെന്മാറ സ്വദേശി ഗിരീഷ് കുമാറിനെതിരെയാണ് പരാതികൾ ഉയരുന്നത്. നിരവധി വഞ്ചനാ കേസുകളിൽ പ്രതിയായ ഗിരീഷ് കുമാർ എല്ലാ രാഷ്ട്രീയ നേതാക്കളുമായും അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. ഈ നേതാക്കളുമായുള്ള അടുപ്പം ദുരുപയോഗം ചെയ്താണ് ഗിരീഷ് കുമാർ തട്ടിപ്പ് നടത്തുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. നെന്മാറ, കൊല്ലങ്കോട്, പാലക്കാട് മേഖലകളിൽ പകുതി വിലയ്ക്ക് സ്കൂട്ടർ പദ്ധതിയുടെ ഇടനിലയായി പ്രവർത്തിച്ച MK ഗിരീഷ് കുമാറിനെതിരെ കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷനിൽ നിലവിൽ 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം എന്ന സംഘടനയുടെ ചെയർമാനാണ് ഗിരീഷ് കുമാർ. വ്യാജരേഖ ചമയ്ക്കൽ ഉൾപ്പെടെയുള്ള കേസുകളിലും ഇയാൾ പ്രതിയാണ്. ഗിരീഷിന്റെ നിയന്ത്രണത്തിലുള്ള ചിറ്റൂർ താലൂക്ക് ക്ഷീര കർഷക തൊഴിലാളി കോഓപ്പറേറ്റീവ് സൊസൈറ്റി വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. കെട്ടിടത്തിൽ നിന്നും ഒഴിയണമെന്നാവശ്യപ്പെട്ടിട്ടും ഗിരീഷ് തയ്യാറാകുന്നില്ലെന്ന് കെട്ടിട ഉടമ പറയുന്നു. 2014 ഇത് വാടകയ്ക്ക് കൊടുത്തതായിരുന്നു. 11 മാസത്തെ എഗ്രിമെന്റിലാണ് എഴുതിക്കൊണ്ടിരുന്നത്. 18 ആയപ്പോൾ ആൾ എഗ്രിമെന്റ് എഴുതുന്നില്ല. അപ്പോൾ നമ്മൾ ഒഴിയാൻ പറഞ്ഞപ്പോൾ ഒഴിയണമില്ല. അപ്പോൾ കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷനിൽ അപ്പോൾ തന്നെ പരാതി കൊടുത്തിരുന്നു. ആളുടെ പേരിൽ 5 ക്രിമിനൽ കേസിന്റെ കോപ്പി നമ്മൾ FIR എടുത്തിട്ടുണ്ട് നെന്മാറ പോലീസ് സ്റ്റേഷനിൽ. എല്ലാം തന്നെ ചീറ്റിംഗ് ആണ്. എന്നിട്ട് ഇപ്പം ഞങ്ങൾക്ക് വീട് ഒഴിഞ്ഞു കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്തപ്പോൾ ആള് ഇവിടെ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. അതായത് ഞങ്ങൾ ഈ വീടിന്റെ അവകാശികളല്ല, അയൽക്കാരാണെന്ന് പറഞ്ഞിട്ട്. ഈ സൊസൈറ്റി കേന്ദ്രീകരിച്ചാണ് പകുതി വില പദ്ധതിക്ക് ആളുകളെ ചേർത്തത്. സ്കൂട്ടർ കിട്ടാതായതോടെ നിരവധി പേരാണ് സൊസൈറ്റിയിൽ പരാതിയുമായി എത്തുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ അന്വേഷിക്കാൻ വേണ്ടി വന്ന ആളാണ്. അപ്പോൾ ഇവിടെ വരുന്ന വഴിക്ക് K. ബാബു MLA ഫോട്ടോ സഹിതം ആളുമായിട്ടുള്ള നിൽക്കുന്ന ഒരു ഫ്ലക്സ് കണ്ടു. പിന്നെ മൂപ്പരുടെ ഈ ഫേസ്ബുക്കിലും അങ്ങനെയൊക്കെ മൂപ്പരുടെ സ്റ്റാറ്റസ് K. മുരളീധരനുമായിട്ടുള്ള ബാക്കിൽ K. മുരളീധരന്റെ ബാക്കിൽ നിൽക്കുന്ന ആ ഒരു നേതാവിന്റെ ബാക്കിൽ നിൽക്കുന്ന അങ്ങനെയൊക്കെയാണ് നമ്മളെ വിശ്വാസം വന്നത്. അങ്ങനെയാണ് നമ്മൾ ഇതിൽ വന്ന് പെട്ടത് തന്നെ. 68,640 രൂപ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവര് കിട്ടുമെന്നൊന്നും അറിയില്ല. ഇവരെ കൂടെ ചോദിച്ചപ്പോൾ ഇവർ പറയുന്നത് 15 ദിവസത്തിൻ്റെ ഉള്ളിൽ റീഫണ്ട് ചെയ്യും എന്നാണ് പറയുന്നത്. ഇതിന്റെ പ്രസിഡന്റിനെ വിളിച്ചിട്ട് ആളെ എടുക്കുന്നില്ല. ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിലേക്കാണ് കൊടുത്തിരിക്കുന്നത് 60,000 രൂപ. പിന്നെ ഇവരുടെ ഓഫീസ് സ്റ്റാഫിന്റെ ഒരു അക്കൗണ്ടിലേക്ക് ഒരു 240 രൂപയും പിന്നെ 6,600 രൂപയാണ് കൊടുത്തത്. യൂത്ത് കോൺഗ്രസിന്റെ മുൻ ജില്ലാ സെക്രട്ടറിയായ ഗിരീഷിന് എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായും വളരെ അടുപ്പമുണ്ട്. ഇത് കൂടുതൽ സ്വീകാര്യത കിട്ടുന്നതിന് കാരണമാകുന്നു. സ്കൂട്ടറിനായി പണം നൽകിയവർക്ക് പണം തിരിച്ചു നൽകുമെന്ന് ഗിരീഷ് പറയുന്നുണ്ടെങ്കിലും ഇയാളെ കാണാൻ കിട്ടുന്നില്ലെന്നാണ് പരാതിക്കാർ പറയുന്നത്. ന്യൂസ് മലയാളം, പാലക്കാട്.